സമയം രാത്രിയാണ്. രണ്ടാൾക്കാരിപ്പം ഒരു വീട്ടിലേക്ക് വന്നു. എന്നാൽ ഇത് വീട് പോലെ തോന്നിക്കുമെങ്കിലും ഇത് വീടല്ല. അതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് അമേരിക്കയുടെ എയർഫോഴ്സ് ബേസ് ആണ്. ഇവിടെ നിന്നാണ് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഈ രണ്ടാൾക്കാരുടെ ജോലി ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കിടിലം മിസൈൽ ഇരിക്കുന്നുണ്ട്, അത് ലോഞ്ച് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവരുടെ കൺട്രോൾ റൂമിലേക്ക് വന്നു. എന്നിട്ട് പതിവ് പോലെ തന്നെ അവരുടെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്കൊരു മെസ്സേജ് വരുന്നത്. ഒരു കോഡ് ഭാഷയിലാണ് ഇവർക്ക് മെസ്സേജ് വരിക. ആ മെസ്സേജ് വന്ന ഉടനെ തന്നെ അവർ ആ കോഡുകളൊക്കെ എഴുതിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് മൊത്തത്തിൽ എഴുതിയെടുത്ത് കഴിയുമ്പോൾ അവർക്ക് ശരിക്കും ടെൻഷനായി. റഷ്യക്ക് നേരെ ആ മിസൈൽ ലോഞ്ച് ചെയ്യാനാണ് ആ മെസ്സേജിൽ പറയുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ ആ മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് കുറെ പ്രൊസീജിയറൊക്കെ തീർക്കാനുണ്ട്. അതായത് അവിടെയുള്ള കുറെ ബട്ടൺസ് ഒക്കെ ഞെക്കണം. അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് അവർ ചെയ്യേണ്ടത് അവിടെ ഒരു കീ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മുന്നിലും ഉണ്ട്. ആ കീസ് 2 തവണയായിട്ട് തിരിക്കണം. ആദ്യത്തെ തവണ തിരിച്ചു കഴിഞ്ഞാൽ മിസൈൽ ലോഞ്ച് ആവാൻ വേണ്ടി റെഡിയാവും. രണ്ടാമത്തെ തവണ തിരിച്ചു കഴിഞ്ഞാലാണ് മിസൈൽ ലോഞ്ച് ആവുക. അങ്ങനെ ഉടനെ തന്നെ ആ പ്രൊസീജിയറൊക്കെ തീർത്തിട്ട് അവർ ആദ്യത്തെ തവണ കീ തിരിച്ചു. അതിനെ തുടർന്ന് ആ ഭീമൻ മിസൈൽ ലോഞ്ച് ആവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഈ ഒരു ഘട്ടം വരുമ്പോൾ രണ്ടാമതായിട്ട് ആ കീ തിരിക്കാൻ അതിലൊരാളെ കൊണ്ട് പറ്റുന്നില്ല. അവനിപ്പോ അപ്പുറത്തിരിക്കുന്ന ആളുടെ അടുത്ത് പറയുന്നത്, നീ ഹെഡ് ക്വാർട്ടേഴ്സിലൊന്ന് വിളിക്ക്, എന്നിട്ട് ഈ മിസൈൽ ലോഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യം ഒന്ന് കൺഫേം ചെയ്യ്, അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ പറയുന്നത്, എന്തിനാ നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിക്കണം, നമ്മളോട് പറഞ്ഞ പണി ഇതല്ലേ, മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഈ മിസൈൽ ലോഞ്ച് ചെയ്യാന്നുള്ളത്, മെസ്സേജ് ഇപ്പൊ വന്നല്ലോ എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന മറ്റവൻ പറയുന്നത്, എടോ ഈ മിസൈൽ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ 20 മില്യൺ ആൾക്കാരാണ് മരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ ആദ്യം ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്യും എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് മറ്റവൻ നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു. എന്നാൽ അവന് കണക്ഷൻ കിട്ടുന്നില്ല. ഞാൻ വിളിച്ചിട്ട് കണക്ഷൻ കിട്ടുന്നില്ല, ഇനി എന്തിനാണ് നമ്മൾ വെറുതെ സമയം കളയുന്നത്, നിങ്ങൾ അത് ലോഞ്ച് ചെയ്യാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അയാൾ എത്ര പറഞ്ഞിട്ടും ഇവനെ കൊണ്ട് അത് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ലോഞ്ച് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ രണ്ടുപേരുടെയും ജോലിയെ ബാധിക്കും എന്ന കാര്യം മറ്റവനറിയാം. അതുകൊണ്ട് തന്നെ താൻ ലോഞ്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അവനൊരു തോക്കെടുത്തു. എന്നാൽ അയാൾ തോക്ക് ചൂണ്ടി പേടിപ്പിച്ചിട്ടും ഇയാളെ കൊണ്ട് അത് പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് അമേരിക്കയുടെ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഇതിനെ ചുരുക്കി നൊറാഡ് എന്നാണ് പറയുന്നത്. അതായത് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ്. ഇവിടെയാണ് അമേരിക്കൻ എയർഫോഴ്സിന്റെ ഡിഫൻസിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അവിടെ ഇപ്പൊ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഇപ്പൊ നേരത്തെ നടന്ന സംഭവം ഉണ്ടല്ലോ, അവരോട് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അവരത് ചെയ്യാതിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു യുദ്ധമൊന്നും നടക്കുന്നില്ല, അതൊരു ടെസ്റ്റ് ആയിരുന്നു. അവന്മാർക്ക് ഇൻഫർമേഷൻ കൊടുത്താൽ അവന്മാര് മിസൈൽ ലോഞ്ച് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ അവന്മാര് ഫെയിലായി. ഇനി അവന്മാരത് ലോഞ്ച് ചെയ്തിരുന്നെങ്കിലും അത് ലോഞ്ച് ആവത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടാണ് അവർക്ക് ആ ടെസ്റ്റ് കൊടുത്തത്. പക്ഷെ ഇൻഫർമേഷൻ കൊടുത്തിട്ട് അവരത് അനുസരിച്ചില്ല. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് നടക്കുന്നൊന്നുമല്ല, പല തവണയായിട്ട് ഇതുപോലെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഈ സമയം എയർഫോഴ്സിന്റെ ജനറൽ അവിടെ ഇരിക്കുന്നുണ്ട്. അയാളിപ്പം അയാളുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇത് റിയൽ ആണോ അതോ ടെസ്റ്റ് ആണോ എന്ന കാര്യമൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടറിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത ഒരാളെ ഇട്ടിരിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ജോൺ മെട്രിക് എന്നാണ്. അയാൾ പറയുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്നോ, ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു യുദ്ധമാണ് നടന്നിരുന്നെങ്കിലോ അവർ മിസൈൽ ലോഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്കാണ് പണി. റഷ്യക്കാർ ഇതുപോലെ ഒന്നും ആയിരിക്കത്തില്ല, അവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അമ്മമാര് നമ്മുടെ പണി തീർക്കും. അപ്പൊ പിന്നെ നമ്മുടെ കൂടെ ഉള്ള പോലത്തെ ആൾക്കാർ ജോലിക്ക് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന പരിപാടിയിൽ നിന്നും നമുക്ക് മനുഷ്യരെ അങ്ങോട്ട് ഒഴിവാക്കാം. എന്നിട്ട് ആ ഒരു കാര്യവും കമ്പ്യൂട്ടറിനെ ഏൽപ്പിക്കാം. കമ്പ്യൂട്ടറിന് ജസ്റ്റ് ലോഞ്ച് കോഡ് കൊടുത്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ ചെയ്തോളും. അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോൺ ഇപ്പൊ ബാക്കിയുള്ളവരെയും കൂട്ടി ഒരു കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ ഇത് സാധാരണ പോലൊരു കമ്പ്യൂട്ടർ അല്ല, ഇത് വലിയൊരു മെഷീനാണ്. ഇതിനെ പറയുന്നത് വാർ ഓപ്പറേഷൻ പ്ലാൻ റെസ്പോൺസ് എന്നാണ്. അതിനെ ചുരുക്കി വോപ്പർ എന്ന് വിളിക്കും. ഇപ്പൊ മെട്രിക് അങ്ങോട്ട് ചെന്നതിന് ശേഷം അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് ആ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറയാണ്. അതിനെ തുടർന്ന് അയാൾ വോപ്പറിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഈ വോപ്പർ എന്ന് പറയുന്നത് ഏത് സമയവും ഒരു 3ാം ലോകം ആയുധത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു വർഷത്തിൽ 365 ദിവസവും 24 മണിക്കൂർ ഇതിങ്ങനെ സ്വയം ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് കുറെ വാർ ഗെയിംസ് ഉണ്ട്, അതാണ് ഇത് കളിക്കുന്നത്. എന്നാൽ അതങ്ങനെ ചുമ്മാ കളിക്കുകയല്ല, ഈ ലോകത്തുള്ള എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തിട്ട് ഓരോരോ സിനാരിയോസ് ഉണ്ടാക്കിയിട്ടാണ് ഈ കമ്പ്യൂട്ടർ ഇങ്ങനെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നത്. ഇതിപ്പോ ഓൾറെഡി പല തവണയായിട്ട് 3ാം ലോകമായുധം കളിച്ചു കഴിഞ്ഞു. അതിൽ ഓരോരോ രാജ്യത്തിന് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന കാര്യമൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമേരിക്കയ്ക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടാവും എന്ന കാര്യം ഇതിനറിയാം. അതിപ്പോ നമ്മുടെ സ്കോർ ഇങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് സമയം ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യമാണ് അവിടെയുള്ള അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ അയാൾ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മെട്രിക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തണം. എന്നിട്ട് ആ ഒരു ജോലി ഈ കമ്പ്യൂട്ടറിനെ ഏൽപ്പിക്കുക. അപ്പൊ സമയം വരുമ്പം ഇത് തന്നെ തീരുമാനിച്ചിട്ട് മിസൈലൊക്കെ ലോഞ്ച് ചെയ്തോളും. നമ്മൾ ആ സമയത്ത് ലോഞ്ച് കോഡ് മാത്രം കൊടുത്താൽ മതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ വോപ്പർ ചെയ്തോളും എന്നാണ് മെട്രിക് പറയുന്നത്. എന്നാൽ അതെല്ലാം കേൾക്കുമ്പം ഒരു യുദ്ധത്തിന്റെ കാര്യം ഒരു കമ്പ്യൂട്ടറിനെ ഏൽപ്പിക്കാന്നുള്ളതിലൊന്നും ജനറൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ പിന്നീട് വലിയ പ്രശ്നമാവും എന്നാണ് ജനറൽ പറയുന്നത്.
എന്നാൽ അവിടെ വേറെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും മെട്രിക്കിനെ സപ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വോപ്പറിനെ ഏൽപ്പിക്കാം എന്ന കാര്യത്തിലൊരു തീരുമാനമായി. ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോ. ഇവന്റെ പേര് ഡേവിഡ് എന്നാണ്. ഇവനൊരു ഗെയിമറാണ്, മാത്രമല്ല ഒരു കിടിലൻ ഹാക്കറും. ഇന്നിപ്പം സ്കൂളിൽ നിന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പം അവനൊരു ഗെയിം കളിക്കാൻ വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് സ്കൂൾ ബെല്ലടിക്കുന്നത്. ഉടനെ തന്നെ ഗെയിം കളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് അവൻ നേരെ സ്കൂളിലേക്ക് ചെന്നു. ഈ സമയം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ സാർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു. അവന്റെ നേരെ മുന്നിലിരിക്കുന്ന ചുവന്ന കോട്ടിട്ടൊരു പെൺകുട്ടിയെ കണ്ടോ. ഇവളാണ് ഇതിലെ നായിക. ഇവളുടെ പേര് ജെന്നിഫർ എന്നാണ്. അങ്ങനെ ക്ലാസ് എടുക്കുന്നതിനിടയിൽ സാറ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഡേവിഡ് ഒരു കമന്റ് അടിക്കുകയാണ്. ജെന്നിഫർ ആണെങ്കിൽ അത് കേട്ടു. അവളിങ്ങനെ ഉറക്കച്ചിരിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് സാറാണെങ്കിൽ അവനെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. എന്നാൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട് അവൻ നേരെ പോകുന്നത് പ്രിൻസിപ്പളുടെ റൂമിലേക്കാണ്. എന്നിട്ട് പ്രിൻസിപ്പൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൻ അവിടുത്തെ വലിപ്പം തുറന്നു. അതിനകത്താണ് ഇവിടുത്തെ സെർവറിന്റെ പാസ്വേഡ് എഴുതി വെക്കുന്നത്. അതിങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ മാറ്റും. ആ കാര്യം അവന് നേരത്തെ അറിയാം. അവൻ ഉടനെ തന്നെ പുതിയതായിട്ടുള്ള പാസ്വേഡ് എഴുതിയെടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നിട്ട് അവൻ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ജെന്നിഫർ അവളുടെ ബൈക്കിൽ അങ്ങോട്ട് വരുന്നത്. എടാ, നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ കാരണമല്ല നിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നാണ് അവൾ വന്ന ഉടനെ തന്നെ പറയുന്നത്. അതേക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ്, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്നാണ് അവൻ പറയുന്നത്. ഓ, അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, എന്നാൽ നീ വണ്ടിയിലേക്ക് കയറ്, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞിട്ട് അവൾ അവനെ വണ്ടിയിൽ കയറ്റി നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ വീട്ടിലെത്തി കഴിയുമ്പോൾ നിനക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ചുകൊണ്ട് അവന്റെ റൂമിലേക്ക് ചെന്നു. അങ്ങനെ റൂമിലേക്ക് ചെന്ന ഉടനെ തന്നെ അവൻ അവന്റെ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് നേരത്തെ അവൻ എടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് സ്കൂളിന്റെ സെർവറിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവന്റെ മാർക്ക് ലിസ്റ്റ് എടുത്തു. അവൻ അത്രയ്ക്ക് ബ്രില്യന്റ് സ്റ്റുഡന്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് അവനധികം മാർക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഗ്രേഡ് തിരുത്താൻ തുടങ്ങി. അത് കാണുമ്പോൾ നീ ഇങ്ങനെ ഗ്രേഡ് തിരുത്തി കഴിഞ്ഞാൽ അത് സ്കൂളിലുള്ള ആൾക്കാർ അറിയത്തില്ലേ എന്നാണ് അവള് ചോദിക്കുന്നത്. ഇതാരും അറിയാൻ പോകുന്നില്ല, വേണമെങ്കിൽ ഞാൻ നിന്റെ ഗ്രേഡ് മാറ്റിത്തരാന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ മാർക്ക് ലിസ്റ്റ് എടുത്തു. എന്നാൽ ഈ ജെന്നിഫർ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് ബയോളജിയിലാണ് മാർക്ക് കുറവുള്ളത്. ബയോളജിയിൽ അവളുടെ ഗ്രേഡ് F ആണ്. അവൻ അത് മാറ്റിയിട്ട് അത് C ആക്കി. എന്നാൽ അത് കാണുമ്പോൾ വേണ്ട, നീ എന്റെ ഗ്രേഡ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട, നീ അത് പഴയതുപോലെ തന്നെ ആക്കിക്കേ. കുറച്ച് ദേഷ്യത്തിലാണ് അവളത് പറയുന്നത്. അവള് ദേഷ്യം കാണിക്കുന്ന കാണുമ്പോൾ അവൻ C മാറ്റിയിട്ട് അത് F തന്നെ ആക്കി. ഓക്കെ, ഇനി വെറുതെ എന്റെ മാർക്ക് ലിസ്റ്റ് വെച്ച് നീ കളിക്കാൻ നിൽക്കണ്ട, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ ജെന്നിഫർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ അവളുടെ ഗ്രേഡ് പിന്നെയും തിരുത്തി. ഇത്തവണ F മാറ്റിയിട്ട് അവൻ അത് A ആക്കി. ഇതേ സമയം തന്നെ നൊറാഡില് കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ആ മിസൈൽ ലോഞ്ച് ചെയ്യുന്ന കൺട്രോൾ റൂം ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി മനുഷ്യർ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരടുത്ത സീറ്റൊക്കെ എടുത്ത് മാറ്റി. അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ വോപ്പറിലേക്ക് കണക്ട് ചെയ്യാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അവിടുത്തെ മുഴുവൻ കൺട്രോളും ഇപ്പൊ ആ വോപ്പർ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിന് കിട്ടി. അങ്ങനെ സമയം രാത്രി. ഡേവിഡ് ഇപ്പം അവന്റെ ഫാമിലിയുടെ കൂടെ ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിൽ അവനൊരു പുസ്തകം മറിച്ചു നോക്കുന്നുണ്ട്. ഈ സമയത്താണ് പ്രോട്ടോവിഷൻ എന്നൊരു ഗെയിമിംഗ് കമ്പനിയെ കുറിച്ച് അവൻ കാണുന്നത്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ആ പുസ്തകം എടുത്തിട്ട് അവൻ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് വേഗം തന്നെ ആരെയോ വിളിച്ചിട്ട് ആ പ്രോട്ടോവിഷൻ എന്ന കമ്പനിയുടെ നമ്പർ കളക്ട് ചെയ്തു. മാത്രമല്ല ആ കമ്പനി ഇരിക്കുന്ന സ്ഥലത്തെ സെർവറിന്റെ നമ്പർ അവൻ കളക്ട് ചെയ്തു. എന്നിട്ട് ആ നമ്പർ വെച്ച് ആ ഏരിയയിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറിലേക്കും അവൻ ഡയൽ ചെയ്യാണ്. ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത്ര പെട്ടെന്നൊന്നും ആ പ്രോട്ടോവിഷൻ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇവൻ ആക്സസ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ തന്നെ അവൻ ആ ഷോപ്പിൽ നിന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജെന്നിഫർ അങ്ങോട്ട് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ പറയുന്നത്, എടാ, ഞാൻ നിന്നോട് നല്ല ദേഷ്യപ്പെട്ടില്ലേ, നീ എന്നോട് ക്ഷമിക്കേ. ഉടനെ തന്നെ സ്കൂളിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് അയക്കും. അതിനു മുമ്പായിട്ട് നിനക്ക് എന്റെ ഗ്രേഡ് ഒന്ന് തിരുത്തി തരാൻ പറ്റുമോ എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ അവളുടെ ഗ്രേഡ് മാറ്റിയ കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ല. ഞാനത് ചെയ്തു തരാം, പക്ഷെ നീ എനിക്ക് ട്രീറ്റ് തരേണ്ടി വരുന്നു പറഞ്ഞിട്ട് അവൻ അവളെയും വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവന്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ ഇപ്പോഴും ആ ഏരിയയിലുള്ള മറ്റ് കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് അവള് ചോദിക്കുന്നത്. ഈ സമയം അവൻ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. പ്രോട്ടോവിഷൻ എന്ന പേരിൽ ഒരു ഗെയിമിംഗ് കമ്പനി ഉണ്ട്. 1 മാസത്തിനുള്ളിൽ അത് കുറച്ച് ഗെയിം റിലീസ് ചെയ്യാൻ പോവാണ്. അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അതൊക്കെ ഒന്ന് കളിക്കണം. ഇപ്പൊ ആ ഗെയിമിന്റെ പ്രോഗ്രാംസ് എല്ലാം ഇപ്പൊ ആ കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. പക്ഷെ അത് ഏത് കമ്പ്യൂട്ടറിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം എനിക്ക് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്റെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ആ ഏരിയയിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകളും സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ, എടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പോലീസ് പിടിക്കത്തില്ലേ? എവിടെ പിടിക്കാൻ? എനിക്ക് 18 വയസ്സായിട്ടില്ലല്ലോ. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രം പോലീസിനെ പേടിച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവളുടെ ഗ്രേഡ് മാറ്റിയ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറഞ്ഞു. ഈ സമയത്താണ് അവന്റെ കമ്പ്യൂട്ടർ മറ്റു ചില കമ്പനികളിലേക്കുള്ള ആക്സസ് അവന് കൊടുക്കുന്നത്. ആദ്യം അവൻ നോക്കുമ്പോൾ അതൊരു എയർലൈൻ കമ്പനിയായിരുന്നു. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ മുമ്പിൽ മെയിൻ ആവാൻ വേണ്ടി പാരീസിലേക്ക് 2 ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് എന്തൊക്കെ എററാണ് കാണിക്കുന്നത്. ഈ സമയം അവൻ ആ കമ്പ്യൂട്ടറിന്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. എന്നാൽ കമ്പ്യൂട്ടർ അത് ഡിനേ ചെയ്തു. അടുത്തതായിട്ട് അവൻ ഹെൽപ്പ് ചോദിക്കുന്നത് ഗെയിംസിനെ കുറിച്ചാണ്. ഈ സമയം ആ കമ്പ്യൂട്ടർ ചില ഗെയിംസ് ലിസ്റ്റ് ചെയ്തു. അതിൽ ആദ്യത്തേത് ഫാൽക്കൺസ് മെയ്സ് എന്ന് പറയുന്നൊരു ഗെയിമാണ്. പിന്നെ ഉള്ളത് ബ്ലാക്ക് ജാക്ക്, ജിൻ റമ്മി, ഹാർട്സ്, ബ്രിഡ്ജ്, അങ്ങനെ പോയിട്ട് അവസാനം തെർമോ ന്യൂക്ലിയർ വാർ എന്ന ഗെയിമാണ്. ഇതിലുള്ള ഒരു ഗെയിം അവൻ കളിച്ചിട്ടില്ല. മാത്രമല്ല അവൻ ആ ഫയലിലേക്ക് ഒന്നും ആക്സസും കിട്ടുന്നില്ല. ഈ സമയം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിസ്റ്റിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അവൻ അവളെയും കൂട്ടി അവന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. അവിടെ 2 പേരുണ്ട്. ഈ 2 പേര് ഹാക്കർമാരാണ്.
ഇതിൽ ഒരുത്തന്റെ പേര് ജിം എന്നും ഈ കണ്ണാടി വെച്ചന്റെ പേര് മാൽവിൻ എന്നുമാണ്. അവനിപ്പം ആ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ജിമ്മിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവൻ പറയുന്നത്, ഞാൻ പ്രോട്ടോവിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ സെർവർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ഗെയിമിന്റെ ലിസ്റ്റാണിത്. ഇതൊന്നും ഇതുവരെയായിട്ട് റിലീസ് ആയിട്ടില്ല. എനിക്കിത് കളിക്കാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കെന്ന് ജിം പറയുന്നത്, ഇത് പ്രോട്ടോവിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഗെയിം ഒന്നുമല്ല, ഇത് മറ്റേതോ കമ്പനിയുടേതാണെന്നാണ്. എന്നാൽ മാൽവിൻ ആ ലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിലിറ്ററിക്കാരുടെ ഗെയിമാണ്, അതുകൊണ്ട് വെറുതെ ഇത് കളിക്കാൻ ശ്രമിച്ചിട്ട് പണി മേടിക്കാൻ നിൽക്കണ്ട എന്നാണ് മാൽവിൻ പറയുന്നത്. അതേക്കുമ്പോൾ ഇനിയിപ്പോൾ ഇത് മിലിറ്ററിക്കാരുടെ ഗെയിം ആണെങ്കിൽ തന്നെ എന്തിനാണ് അവർ ഇതുപോലത്തെ ബേസിക് ഗെയിംസ് ഒക്കെ കൊണ്ടു നടക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ് അവർക്ക് എന്നാണ് ഡേവിഡ് ചോദിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞത് ജിമ്മാണ്. ഇത് ബേസിക് ഗെയിംസ് തന്നെയാണ്, ഒരുപക്ഷെ ബേസിക് സ്ട്രാറ്റജീസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് എന്നാണ് ജിം പറയുന്നത്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്കിത് കളിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്നാണ് ഡേവിഡ് ചോദിക്കുന്നത്. അതേക്കെന്ന് ജിം പറയുന്നത്, നമുക്കിത് ഹാക്ക് ചെയ്ത് കളിക്കാനൊക്കെ പറ്റും, പക്ഷെ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആരാണ് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അയാളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗെയിംസ് ഒക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ജിം പറയുന്നത്. ജിം അത് പറയുമ്പോൾ അത് ആരാണെന്ന് എങ്ങനെ മനസ്സിലാവും എന്നാണ് ഡേവിഡ് ചോദിക്കുന്നത്. അത് സിമ്പിൾ അല്ലേ, നീ ഈ ലിസ്റ്റിൽ ആദ്യത്തെ ഗെയിം കണ്ടില്ലേ, ഫാൽക്കൺസ് മെയ്സ്, ആ ഗെയിമിനെ കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പൊ നിനക്ക് ഈ ഗെയിം ഉണ്ടാക്കിയത് ആരാണെന്ന് മനസ്സിലാവും എന്നാണ് മാൽവിൻ പറയുന്നത്. അതിനെ തുടർന്ന് ഡേവിഡ് ഇപ്പൊ ജെന്നിഫറിനെയും കൂട്ടി നേരെ ഒരു ലൈബ്രറിയിലേക്ക് പോവാണ്. അങ്ങനെ അവിടുത്തെ പരിശോധനയിൽ അവനൊരു പുസ്തകം കിട്ടി. അതിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ആ ഫാൽക്കൺസ് മെയ്സ് എന്ന ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു മെഷീനെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവൻ അവന്റെ കമ്പ്യൂട്ടർ വഴി ആ ഗെയിം ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവനെ കൊണ്ട് പറ്റുന്നില്ല, എററാണ് കാണിക്കുന്നത്. അങ്ങനെ അവൻ പിന്നെയും അവന്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്തു. അതിൽ ഗെയിമിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ അവൻ കണ്ടു. ആ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ ഫാൽക്കൺ എന്ന് പറഞ്ഞ ഒരാളും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ജോൺ മെട്രിക്കുമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് അവൻ പിന്നെയും അവന്റെ കമ്പ്യൂട്ടറിൽ ട്രൈ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇത്തവണയും അവൻ ആക്സസ് കിട്ടുന്നില്ല. അങ്ങനെ അവൻ അടുത്തതായിട്ട് പോകുന്നത് ആ സ്റ്റീഫൻ ഫാൽക്കൺ എന്ന് പറയുന്ന ആളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അയാളെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അവന് കിട്ടി. എന്നാൽ ഈ ഫാൽക്കൺ എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി എന്നാണ് അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും നിരാശയായി. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ ജെന്നിഫർ അവനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് എത്തി. അവൾ അവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ ബെഡിലായിട്ട് ഇഷ്ടം പോലെ പേപ്പറുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്നാണ് അവൾ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്. അതേക്കുമ്പം ആ ഗെയിമുകളൊക്കെ ഉണ്ടാക്കിയ ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് സ്റ്റീഫൻ ഫാൽക്കൺ എന്നാണ്. ഞാൻ അയാളെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കണ്ടെടുത്തു. അയാൾ ഒരു വലിയ ഗെയിമിംഗ് മെഷീൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു സീക്രട്ട് പാസ്വേഡ് കിട്ടണം. എത്ര ശ്രമിച്ചിട്ടും അതുമാത്രം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ ആ സ്റ്റീഫൻ ഫാൽക്കന്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ അയാൾ ഒരു ഗെയിമിംഗ് മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഈ മെഷീൻ കണ്ടില്ലേ, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു കമ്പ്യൂട്ടർ അല്ല. വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ഈ ഫാൽക്കൺ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ മെഷീന്റെ കൂടെ നമുക്കും ഗെയിം കളിക്കാം, മാത്രമല്ല ഈ മെഷീന് തന്നെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത കുറെ ഗെയിംസ് ഉണ്ടല്ലോ, അതെല്ലാം ഈ മെഷീനകത്തുള്ള ഗെയിമാണ്. ഈ മെഷീനിന് തന്നെ അതുമായിട്ട് ആ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അങ്ങനെ ഓരോ തവണ ആ മെഷീൻ ഗെയിം കളിക്കുമ്പോൾ അതിന്റെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്ന കാര്യം അതിന് തന്നെ മനസ്സിലാവും. അപ്പൊ പിന്നെ അടുത്ത തവണ അത് കളിക്കുമ്പോൾ അതിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമുകളൊക്കെ നല്ല ഭംഗിയായിട്ട് കളിക്കാൻ വേണ്ടി ഈ കമ്പ്യൂട്ടർ തന്നെ അതിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് അവനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ സമയം വീഡിയോയിലായിട്ട് ഫാൽക്കൺ മറ്റു ചില ആൾക്കാർക്ക് ആ ഗെയിമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫാൽക്കന്റെ ഒരു മകനും ആ വീഡിയോക്കകത്തുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ജെന്നിഫർ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് നേരിട്ട് അയാളെ കോൺടാക്ട് ചെയ്തൂടെ, അപ്പൊ പിന്നെ നിനക്ക് ആ കമ്പ്യൂട്ടറുമായിട്ട് ഗെയിം കളിക്കാൻ പറ്റുമല്ലോ എന്നാണ് അവള് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അയാളെ ഇനി കോൺടാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, കാരണം അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അയാളുടെ മരണവാർത്ത കാണിക്കുന്ന ഒരു പേപ്പർ അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ പേപ്പറിലായിട്ട് അയാളുടെ മരണവാർത്ത മാത്രമല്ല, അയാളുടെ ഭാര്യയും മകനും ഒരു കാർ ആക്സിഡന്റിലാണ് മരിച്ചത് എന്നൊരു ന്യൂസും കൂടെ കാണിക്കുന്നുണ്ട്. അവളിപ്പോ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഡേവിഡിന് ഒരു കാര്യം കത്തുന്നത്. ഈ സമയം വരെ അവൻ ഒരുപാട് പാസ്വേഡുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊന്നും വർക്കായില്ല. എന്നാൽ ഇപ്പൊ അവന്റെ മനസ്സിലേക്ക് വരുന്നത് അയാളുടെ മകനെ കുറിച്ചിട്ടാണ്. ആ പേപ്പറിലായിട്ട് അയാളുടെ മകന്റെ പേരുണ്ട്, ജോഷു എന്നാണത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ആ കമ്പ്യൂട്ടറിൽ പാസ്വേഡായിട്ട് ജോഷുയുടെ പേരടിച്ചു കൊടുത്തു. അത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഡേവിഡിനൊപ്പം ആ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് കിട്ടി. ഇനിയിപ്പോ ഏതാണ് ഈ കമ്പ്യൂട്ടർ? നമ്മൾ നേരത്തെ മിലിറ്ററിക്കാരുടെ അടുത്ത് കണ്ട ആ വോപ്പർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടറാണ് ഈ സ്റ്റീഫൻ ഫാൽക്കൺ ഡിസൈൻ ചെയ്തത്. മിലിറ്ററിക്കാർ അതിനെ വോപ്പർ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഫാൽക്കൺ അതിനെ വിളിച്ചിരുന്നത് ജോഷു എന്നാണ്. ആ കമ്പ്യൂട്ടറിലേക്കാണ് ഡേവിഡിന് ഇപ്പോൾ ആക്സസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആക്സസ് കിട്ടിക്കഴിഞ്ഞപ്പം ജോഷു വിചാരിച്ചിരിക്കുന്നത് അതിനോട് സംസാരിക്കുന്നത് ഫാൽക്കൺ ആണെന്നാണ്. കാരണം ഫാൽക്കണ് മാത്രം അറിയാവുന്ന പാസ്വേഡാണ് ഈ ജോഷുവ. അതുകൊണ്ട് തന്നെ ജോഷു ഇപ്പം ഫാൽക്കണിന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഡേവിഡ് ആണെങ്കിൽ ഫാൽക്കൺ സംസാരിക്കുന്ന പോലെ തന്നെ അതിന് റിപ്ലൈയും കൊടുത്തു. അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ജോഷു അടുത്തതായിട്ട് ചോദിക്കുന്നത് നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്നാണ്. അതിനെന്താ, ഇപ്പൊ തന്നെ നമുക്ക് കളിച്ചേക്കാം എന്നാണ് ഡേവിഡ് പറയുന്നത്. അങ്ങനെ ആ റിപ്ലൈയും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ജോഷു ഇപ്പൊ ചോദിക്കുന്നത് നമുക്ക് ഏത് ഗെയിമാണ് കളിക്കേണ്ടതാണ്. ഡേവിഡ് തെരഞ്ഞെടുക്കുന്നത് ഗ്ലോബൽ തെർമോ ന്യൂക്ലിയർ വാറാണ്. അത് കാണുമ്പോൾ നമുക്ക് വല്ല ചെസ്സൊക്കെ കളിച്ചാൽ പോരെ എന്നാണ് ജോഷു തിരിച്ചു ചോദിക്കുന്നത്. അത് നമുക്ക് പിന്നെ കളിക്കാം, നമുക്ക് ആദ്യം ഈ ഗെയിം കളിച്ചാൽ മതി എന്നാണ് ഡേവിഡ് പറയുന്നത്. അങ്ങനെ ആ റിപ്ലൈ ഡേവിഡ് കൊടുത്തു കഴിയുമ്പോൾ ജോഷു ഇപ്പം അവന് 2 രാജ്യം കാണിച്ചു കൊടുക്കുകയാണ്. അതിലൊന്ന് അമേരിക്കയും ഒന്ന് റഷ്യയുമാണ്.
ഇതിലേത് സൈഡിലാണ് നീ എന്നാണ് ജോഷു ചോദിക്കുന്നത്. ഈ സമയം ഡേവിഡ് തെരഞ്ഞെടുക്കുന്നത് റഷ്യയാണ്. എന്നാൽ പിന്നെ നിന്റെ ആദ്യത്തെ ടാർഗറ്റ് എന്താണ്? ജോഷു അടുത്തായിട്ട് ചോദിക്കുന്നു. ആദ്യം നമുക്ക് ബോംബ് ഇട്ട് കളിക്കാം, ലാസ് വേഗസിലും സിയാറ്റിലും ബോംബിട് എന്നാണ് അവൻ റിപ്ലൈ കൊടുക്കുന്നത്. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോഷോ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് റിയൽ എന്താണ് ഗെയിം എന്താണ് എന്ന കാര്യങ്ങളൊന്നും തരം തിരിച്ചറിയത്തില്ല. അതിനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്തു വന്നാലും ജയിക്കാന്ന് മാത്രമാണ്. തോൽവി എന്താണെന്നോ സമനില എന്താണെന്നോ ആ കാര്യങ്ങളൊന്നും അതിനറിയത്തില്ല. അതുകൊണ്ട് തന്നെ ജയിക്കാൻ വേണ്ടി ആ കമ്പ്യൂട്ടർ ഏതറ്റം വരെയും പോകും. അങ്ങനെ ജോഷു ഉടനെ തന്നെ അതിന്റെ പണി ആരംഭിച്ചു. അതിനെ തുടർന്ന് നൊറാഡിൽ ഇപ്പൊ ഇങ്ങനെ അലേർട്ട് വരാൻ തുടങ്ങി. അവർ നോക്കുമ്പോൾ അത് മിസൈൽ വാണിംഗ് ആണ്. അതായത് റഷ്യ ഇപ്പൊ അമേരിക്കയിലേക്ക് മിസൈൽ അയക്കാൻ പോവാണ് എന്നാണ് അതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ അലേർട്ടായി. ഈ സമയമാകുമ്പോഴേക്കും സംഭവം അറിഞ്ഞിട്ട് ജനറലും അങ്ങോട്ട് വന്നു. അയാളിപ്പം അടുത്ത കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെക്ക് ചെയ്തതിൽ നിന്നും ആ മിസൈൽ വാണിംഗ് എന്ന് പറയുന്നത് ഒരു മാൽഫങ്ഷൻ അല്ല, അത് റിയൽ ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ യഥാർത്ഥത്തിൽ റഷ്യക്കാർ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ജോഷപ്പ് പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ അമേരിക്കക്കാരെ പ്രൊവോക്ക് ചെയ്യും. അതിനുവേണ്ടി റഷ്യക്കാർ അമേരിക്കയിലേക്ക് മിസൈൽ അയക്കുന്നതായിട്ട് അവിടുത്തെ സ്ക്രീനിൽ അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നാൽ റിയൽ ആയിട്ട് റഷ്യയിൽ നിന്ന് യാതൊരു മിസൈലും ഇങ്ങോട്ട് വരൂല്ല. എന്നാൽ അമേരിക്കക്കാർ അവിടുത്തെ സ്ക്രീനിൽ നോക്കുമ്പോൾ റഷ്യയിൽ നിന്ന് മിസൈൽ വരുന്നതായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ ആ മിസൈൽ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കാർ ഇവിടുന്ന് റിയൽ ആയിട്ട് അങ്ങോട്ട് മിസൈൽ അയക്കും. അത് റഷ്യയിൽ അങ്ങനെ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് ഒരു യുദ്ധമായിരിക്കും. അങ്ങനെ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്നത് ഒരു മൂന്നാം ലോകം ആയുധമായിരിക്കും. ഈ സമയം ജനറൽ പറയുന്നത് നമ്മുടെ പൊസിഷൻ ഉടനെ തന്നെ ഡെഫ്കോൺ 3 ആക്ക്, എന്നിട്ട് നമ്മുടെ ബോംബേഴ്സിനോടൊക്കെ റെഡി ആയിട്ടിരിക്കാൻ പറയും എന്നാണ് ജനറൽ പറയുന്നത്. ഈ സമയം അവിടെ ഇരിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവരുടെ പൊസിഷൻ ഇപ്പൊ ഡെഫ്കോൺ 3 ആക്കി. അതിനെ തുടർന്ന് ഡെഫ്കോൺ എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്ഥലത്ത് 3 എന്നൊരു ലൈറ്റും കത്തി. ഇനി എന്താണ് ഈ ഡെഫ്കോൺ? ഇപ്പൊ രാജ്യം സമാധാനത്തിലാണെങ്കിൽ, അതായത് യുദ്ധമൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഡെഫ്കോൺ 5 ആയിരിക്കും. പിന്നെ യുദ്ധത്തിന്റെ സാധ്യത കൂടുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ ഡെഫ്കോൺ 1 എത്തുകയാണെങ്കിൽ പിന്നീട് നടക്കുന്ന യുദ്ധമായിരിക്കും. ഇതാണ് ഈ ഡെഫ്കോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡെഫ്കോൺ 3 ആക്കി കഴിഞ്ഞതിന് ശേഷം ജനറൽ ഇപ്പോൾ നേരെ പ്രസിഡന്റിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ അയാൾ പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞു. ഇതേ സമയം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ ഡേവിഡും ജെന്നിഫറും ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് താഴെ നിന്ന് ഡേവിഡിന്റെ അച്ഛൻ വിളിക്കുന്നത്. അവൻ അവിടുത്തെ ജനലിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവന്റെ അച്ഛൻ അവനോട് പറയുന്നത് താഴെ വന്നിട്ട് ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനെ തുടർന്ന് അവൻ വേഗം നിന്നിട്ട് ആ കമ്പ്യൂട്ടർ അങ്ങോട്ട് ഓഫ് ചെയ്തു. എന്നാൽ അവൻ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൊറാഡിലുള്ള മൊത്തം സ്ക്രീൻ ഓഫായി പോവാണ്. അത് കാണുമ്പോൾ ജനറലിനും ടീമിനും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ഒരാൾ അങ്ങോട്ട് ഓടി വരുന്നത്. അയാൾ വല്ലാത്തൊരു വെപ്രാളത്തിലാണ്. ദയവ് ചെയ്ത് നിങ്ങൾ യുദ്ധം ഒന്നും പ്രഖ്യാപിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടതൊക്കെ ഒരു സിമുലേഷൻ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിന് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവനെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ ലൈൻ കട്ട് ചെയ്തു. പക്ഷെ അവന്റെ ലൊക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ സിയാറ്റിലാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഈ യുദ്ധത്തിന്റെ പരിപാടിയൊക്കെ നിർത്തിവെക്കണം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന ജനറലിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ആരാണ് നമ്മളെ ഹാക്ക് ചെയ്തത്? വേഗം തന്നെ ചെന്നിട്ട് അത് കണ്ടുപിടിക്കുക എന്നാണ് ജനറൽ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ഡേവിഡ് ഇപ്പൊ പുറത്തു പോയിട്ട് വീടിനകത്തേക്ക് വരുമ്പോഴാണ് അവന്റെ അമ്മ അവന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുന്നത്. അവൻ എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും സന്തോഷത്തിലാണ്. പക്ഷെ അവൻ ആ മാർക്ക് ലിസ്റ്റ് തിരുത്തിയതാണ് എന്ന കാര്യമൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അവന്റെ അമ്മ പറഞ്ഞതിനെ തുടർന്ന് അവൻ ആ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തിട്ട് അവന്റെ അച്ഛന് കാണിച്ചു കൊടുക്കുകയാണ്. അച്ഛനും സന്തോഷമായി. എന്നാൽ ഈ സമയം അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ന്യൂസിൽ പറയുന്നത് ആ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത കാര്യമാണ്. അത് കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി. അവൻ ഉടനെ തന്നെ അവന്റെ റൂമിലേക്ക് ചെന്നു. ഈ സമയത്താണ് അവന്റെ ഒരു കോള് വരുന്നത്. അത് ജെന്നിഫർ ആയിരുന്നു. അവളും സംഭവം അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനാണ് അവൾ വിളിച്ചത്. ഈ സമയം ഡേവിഡ് ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. ഞാൻ എന്താണ് ജെന്നിഫർ ചെയ്യേണ്ടത്? അവർ ഉറപ്പായിട്ടും വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ. അവർ നിന്നെ അറസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ അത് കുറെ മുന്നേ തന്നെ നടന്നേനെ. എന്തായാലും നീയാണ് ഇതിന്റെ പിന്നിൽ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ ടെൻഷൻ അടിക്കും വേണ്ട. എത്രയും പെട്ടെന്ന് നീ അവിടെ റിസർച്ച് ചെയ്ത മുഴുവൻ കാര്യങ്ങളെടുത്ത് മാറ്റാൻ നോക്ക് എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവിടെ അവൻ നിരത്തി വെച്ചിരിക്കുന്ന പേപ്പറൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് ജോഷു പിന്നെയും മെസ്സേജ് അയക്കുന്നത്. ജോഷു അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ഗെയിം പകുതിക്ക് വെച്ച് നിന്നുപോയില്ലേ, അതുകൊണ്ട് നമ്മുടെ പ്രൈമറി ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗെയിം ആരംഭിച്ചിട്ട് 31 മണിക്കൂറും 12 മിനിറ്റും 50 സെക്കൻഡും ആയി. ഇനിയിപ്പോ ഇത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി 52 മണിക്കൂറും 17 മിനിറ്റും 10 സെക്കൻഡും ആണുള്ളത്. അതിനുള്ളിൽ നമ്മുടെ പ്രൈമറി ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യും എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. അതേക്കുമ്പോൾ എന്താണ് ഈ പ്രൈമറി ഗോൾ എന്നാണ് അവൻ ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത്? നിങ്ങളല്ലേ എനിക്ക് പ്രോഗ്രാം ചെയ്തത്. നമ്മുടെ പ്രൈമറി ഗോൾ എന്താണ്? ഈ ഗെയിമിൽ ജയിക്കുക. അത് നിങ്ങൾ മറന്നുപോയോ എന്നാണ് ജോഷു പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി. അപ്പൊ ജോഷു ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ പരിപാടി നിർത്തത്തുള്ളൂ എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡേവിഡ് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയത്താണ് മിലിറ്ററിക്കാരൊക്കെ വന്നിട്ട് അവനെ പിടിക്കുന്നത്. ഇതേ സമയം തന്നെ നൊറാഡിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരാളിപ്പം അവർക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം അവിടെ ഡെഫ്കോൺ 4 ആണ് കാണിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ റഷ്യക്കാരും ഇങ്ങോട്ട് മിസൈൽ അയച്ചു എന്ന് വിചാരിച്ചിട്ട് അമേരിക്ക കുറച്ച് ബോംബേഴ്സിന് അങ്ങോട്ട് അയച്ചിട്ടില്ലായിരുന്നു. ആ കാര്യം റഷ്യക്കാരറിഞ്ഞു.
അതുകൊണ്ട് തന്നെ അവർ അലേർട്ടായി. അമേരിക്ക ഒരു എക്സസൈസ് നടത്തിയതാണ് എന്നൊക്കെ റഷ്യക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവരത് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന കാര്യം അമേരിക്കയ്ക്ക് അറിയത്തില്ല. ചിലപ്പോൾ അവന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കും. അതുകൊണ്ടാണ് അവരിപ്പോൾ ഡെഫ്കോൺ 4-ലാക്കിയിരിക്കുന്നത്. അങ്ങനെ മിലിറ്ററിക്കാരെല്ലാം ഡേവിഡിനെ നൊറാഡിലേക്ക് എത്തിച്ചു. ഈ സമയം മെട്രിക് ആണെങ്കിൽ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു. അയാൾ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി ചെയ്തതാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്നാൽ അയാൾക്കത് വലിയ വിശ്വാസമൊന്നും ആവുന്നില്ല. എങ്കിലും അയാൾ അവനോട് റൂഡായിട്ടൊന്നും പെരുമാറുന്നില്ല. അയാളിപ്പോൾ അവനെയും വിളിച്ചുകൊണ്ട് പോയിട്ട് ആ വോപ്പർ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് അവൻ ആ സാധനത്തിന് നേരിട്ട് കാണുന്നത്. അടുത്തതായിട്ട് അയാൾ അവന് പറഞ്ഞു കൊടുക്കുന്നത് ആ ഡെഫ്കോൺ ആണ്. നീ ഇത് കണ്ടില്ലേ, ഈ ഡെഫ്കോൺ എന്ന് പറയുന്നത് എപ്പോഴും 5-ലാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം സമാധാനത്തിലാണ്. പക്ഷെ നീ ഇപ്പൊ ചെയ്ത ഈ പണിയുണ്ടല്ലോ, നിന്റെ ഗെയിം കളി, അത് കാരണം ഡെഫ്കോൺ 1-ലേക്ക് ആയണേ. അങ്ങനെ ഡെഫ്കോൺ 1-ലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് നടക്കാൻ പോകുന്നത് ഒരു 3-ാം ലോകം ആയുധമായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു. അങ്ങനെ അയാൾ അവനെയും വിളിച്ചുകൊണ്ട് അയാളുടെ റൂമിലേക്ക് ചെന്നു. ഇയാളിപ്പോ ശരിക്കും ഡേവിഡിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അവൻ റഷ്യയുടെ ആളാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അയാൾ തപ്പിയെടുത്തിട്ടുണ്ട്. ഈ സമയം അയാൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത്, നീ പാരീസിലേക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതെന്തിനായിരുന്നു? നിന്റെ കൂടെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഏയ് അങ്ങനെയൊന്നുമില്ല, അത് ഞാനൊരു തമാശയ്ക്ക് കാണിച്ചാണ്, എന്റെ കൂടെ വേറെ ആരുമില്ല എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. എന്നാൽ മെട്രിക് അത് വിശ്വസിക്കുന്നില്ല. നീ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അയാൾ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. ഇതേസമയം തന്നെ താഴെയായിട്ട് ജനറലിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോപ്പറിന്റെ അകത്തു നിന്നും മിസൈലിന്റെ കോഡുകൾ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് മനസ്സിലായിട്ടില്ല. അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഈ സമയത്താണ് മെട്രിക് അങ്ങോട്ട് വരുന്നത്. അവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അയാളും കേട്ടു. അയാൾ പറയുന്നത് കോഡുകൾ എടുത്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഡെഫ്കോൺ 1-ലേക്ക് ആവാതെ നമ്മുടെ സിസ്റ്റം ആ കോഡുകളൊന്നും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ ആ കോഡുകളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തോളാം എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം അവിടെ നിൽക്കുന്ന വേറൊരുത്തും ചോദിക്കുന്നത്, ആരാണ് ഈ കോഡുകളൊക്കെ ഹാക്ക് ചെയ്യുന്നതെന്നാണ്. അതേക്കുമ്പോൾ ആ പയ്യൻ തന്നെ ആവാനാണ് വഴി. അവന്റെ കൂടെ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് അവനെ ഒന്നുകൂടെ ചോദ്യം ചെയ്ത് നോക്കാം എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ വേഗം ആ കാര്യം നോക്ക്. എന്തായാലും നമ്മുടെ ബോംബേഴ്സിനോട് താഴേക്ക് ഇറങ്ങാൻ പറയണ്ട. ഇനിയിപ്പോ റഷ്യക്കാരുടെ ഭാഗത്തു നിന്നും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ പൊസിഷൻ ഇപ്പൊ ഡെഫ്കോൺ 3-ലേക്ക് ആക്ക് എന്നാണ് ജനറൽ പറയുന്നത്. അതിനെ തുടർന്ന് അവരിപ്പോ അവരുടെ പൊസിഷൻ ഡെഫ്കോൺ 3-ലേക്ക് തന്നെ ആക്കി. ഡെഫ്കോൺ 3-ലേക്ക് മാറിയത് ഡേവിഡും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ടെൻഷനായി. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നുണ്ട്. അവൻ ആ കമ്പ്യൂട്ടർ വഴി ജോഷുവിനെ വീണ്ടും ആക്സസ് ചെയ്യാണ്. എന്നിട്ട് അവൻ ജോഷുവിന്റെ അടുത്ത് ചോദിക്കുന്നത്, നീ ഇപ്പോഴും ഈ ഗെയിം കളിക്കണമെന്നാണ്. അതെ, 28 മണിക്കൂറിനകം എനിക്ക് ഡെഫ്കോൺ 1-ലേക്ക് മാറിയിട്ട് മിസൈല് ലോഞ്ച് ചെയ്യാനുള്ളതാണ് എന്നാണ് ജോഷു പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം മിസൈല് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക എന്നൊക്കെ അവൻ അവിടെ ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. 72 മില്യൺ ആൾക്കാർ മരിക്കും എന്നാണ് അതിൽ കാണിക്കുന്നത്. അത് കാണുമ്പോൾ ഡേവിഡിന്റെ ടെൻഷൻ കൂടാൻ തുടങ്ങി. ഈ സമയത്താണ് ജോഷ് അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ഇവിടെ ഈ സിയാറ്റിൽ കാണാനേ ഇല്ലല്ലോ, മാത്രമല്ല നിങ്ങളുടെ ക്ലാസിഫൈഡ് അഡ്രസ്സിൽ നിന്നും ഒരു ഓപ്പറേഷൻ നടക്കുന്നില്ല, അതെന്താണ് സംഭവം എന്നാണ് ജോഷു ചോദിക്കുന്നത്. ജോഷോട് ആ മെസ്സേജ് കാണുമ്പോൾ അവനൊരു ഐഡിയ തോന്നി. എവിടെയാണ് എന്റെ ക്ലാസിഫൈഡ് അഡ്രസ് എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൻ ആ ചോദ്യം കേൾക്കുമ്പോൾ ജോഷ് ഉടനെ തന്നെ ആ അഡ്രസ് അവന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ അഡ്രസ്സിൽ പറയുന്നത് സ്റ്റീഫൻ ഫാൽക്കന്റെ പേരല്ല, റോബർട്ട് എന്നൊരു പേരാണ് അതിൽ പറയുന്നത്. അങ്ങനെ ആ അഡ്രസ്സൊക്കെ അവന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവനെ പിടിച്ചു. അവനിപ്പോൾ ആ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്തുകൊണ്ട് അവരിപ്പം അവനെ മറ്റു റൂമിനകത്ത് പൂട്ടിയിട്ടാണ്. അങ്ങനെ അവൻ അവിടെ പൂട്ടിയിട്ടെങ്കിലും അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് അതിന്റെ ഡോറ് ഹാക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ആരും കാണാതെ അവൻ അവരുടെ കൺട്രോൾ റൂമിലേക്ക് എത്തി. എന്നിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ വന്നിട്ട് അവനെ പിടിക്കുന്നത്. എന്നാൽ ഇയാൾക്ക് ഇവൻ ആരാണെന്നൊന്നും അറിയത്തില്ല. അയാൾ വിചാരിച്ചിരിക്കുന്നത് നേരത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു ടീം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പയ്യനായതുകൊണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇവൻ എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. ആ ഗ്രൂപ്പിന് ഇപ്പൊ പോവാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളിപ്പം അവൻ ആ ഗ്രൂപ്പിന്റെ കൂടെ ബസ്സിൽ കയറ്റിവിടാണ്. അങ്ങനെ ആ ബസ് കയറി അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതേ സമയം തന്നെ ആ മിസൈലുകളൊക്കെ ലോഞ്ച് ചെയ്യാൻ എത്ര സമയം ബാക്കിയുണ്ട് എന്ന കമ്പ്യൂട്ടർ കാണിക്കുന്നുണ്ട്. 23 മണിക്കൂറാണത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡേവിഡ് ഇപ്പൊ സിറ്റിയിലേക്ക് എത്തി. അവൻ നേരെ ഒരു ഫോൺ ബൂത്തിലേക്ക് കയറിയിട്ട് ആ സ്റ്റീഫൻ എന്ന് പറയുന്ന ആളെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒരു ഫോൺ ചെയ്യാണ്. എന്നാൽ അവിടേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ ഒരാളുടെ നമ്പർ ഇല്ല എന്നാണ് അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും നിരാശയായി. ഇനിയിപ്പോ നേരിട്ട് അങ്ങോട്ട് പോയി നോക്കാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പിടിക്കണം. അതിന് അവന്റെ കയ്യിൽ പൈസയില്ല. അതുകൊണ്ട് തന്നെ അവൻ നേരെ ജെന്നിഫറിനെ വിളിച്ചു. എന്നിട്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരണം എന്നാണ് അവൻ പറയുന്നത്. അവളാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. ഇതേ സമയം നൊറാഡിലാണെങ്കിൽ മറ്റൊരു പ്രശ്നം വന്നു. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് റഷ്യക്കാർ ഇപ്പൊ അമേരിക്കയ്ക്ക് നേരെ അവരുടെ സബ്മറൈൻ അയച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഒരാളിപ്പോ ജനറലിന്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മാരുടെ പണി ഇന്നത്തോടെ തീർത്തേക്കാം എന്നാണ് ജനറൽ പറയുന്നത്. എന്നാൽ റഷ്യക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം ജോഷുവയുടെ പണിയാണ്. ആ കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുമില്ല. ഈ സമയം തന്നെ ആ കമ്പ്യൂട്ടറിലായിട്ട് ടൈം കാണിക്കുന്നുണ്ട്. 18 മണിക്കൂറാണ് ഇനി ബാക്കിയുള്ളത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഡേവിഡിന്റെ ഫ്ലൈറ്റ് ഇപ്പം അവിടുത്തെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. അവനിപ്പോൾ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവനെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ജെന്നിഫർ അവന്റെ അടുത്തേക്ക് വരുന്നത്. നീ ഇനി എവിടെ പോയാലും ഞാനും നിന്റെ കൂടെ ഉണ്ട് എന്നാണ് അവള് പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവൻ അവളെ കൂടെ കൂട്ടുകയും ചെയ്തു. അവർക്കിപ്പോൾ കിട്ടിയ അഡ്രസ് ഉണ്ടല്ലോ, അതൊരു ദ്വീപിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബോട്ട് കയറണം.
അതിനുവേണ്ടി അവർ വേഗം തന്നെ ബോട്ട് യാർഡിലേക്ക് പോവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ബോട്ടിലേക്ക് കയറി. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ ആ ദ്വീപിലേക്ക് എത്തി. ആ അഡ്രസ്സിൽ പറഞ്ഞ പ്രകാരമുള്ള ആ വീട്ടിലേക്ക് അവർ ചെന്ന് നോക്കുമ്പോൾ ഫാൽക്കൺ അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും അയാൾ മരിച്ചിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ സമയം അവർ അയാളോട് എന്തൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ഫാൽക്കൺ അല്ല എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞിട്ട് നിങ്ങൾ വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നും പറഞ്ഞ് അയാൾ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ ഈ സമയത്താണ് ഡേവിഡ് ഒരു കാര്യം പറയുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ജോഷോ കാരണമാണ് എന്നാണ് അവൻ പറയുന്നത്. ജോഷോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അയാൾ അവിടെ നിന്നു. ഇതേ സമയം തന്നെ നൊറാഡിലാണെങ്കിൽ മറ്റൊരു പ്രശ്നം വന്നു. റഷ്യയുടെ 2 വിമാനങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. അതിനെ തുടർന്ന് ജനറൽ ഇപ്പം അവരുടെ പൊസിഷൻ ഡെഫ്കോൺ 2ലേക്ക് മാറ്റാൻ പറയാണ്. അങ്ങനെ ഡെഫ്കോൺ 2 ആയി കഴിയുമ്പോൾ അവിടെ അലാറം അടിക്കാൻ തുടങ്ങി. ഇനി എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നടക്കാം. ഈ സമയം തന്നെ ജനറൽ പറഞ്ഞതിനെ തുറന്നിട്ട് 2 ബോംബർ വിമാനങ്ങൾ ആ റഷ്യൻ വിമാനങ്ങൾ അന്വേഷിച്ചു പോവാണ്. എന്നാൽ അവർ നോക്കിയിട്ട് അങ്ങനെ ഒരു വിമാനങ്ങൾ അവർ കാണുന്നില്ല. ആ കാര്യം അവർ ഉടനെ തന്നെ ജനറലിനെ വിളിച്ചറിയിച്ചു. എന്നാൽ അവിടുത്തെ സ്ക്രീനിലാണെങ്കിൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് മുമ്പിലായിട്ട് റഷ്യൻ വിമാനങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ റഷ്യൻ വിമാനങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ജനറലിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ഇതേസമയം തന്നെ ഫാൽക്കൺ ആണെങ്കിൽ പിള്ളേരെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിനകത്തെത്തി കഴിയുമ്പോൾ ഡേവിഡ് ഉണ്ടായ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ നീ കാരണം ഒരു യുദ്ധം നടക്കാൻ പോവാണല്ലേ, അതെന്തായാലും നന്നായി. ഒരിക്കലും എന്തായാലും ഇങ്ങനെ ഒരു യുദ്ധം നടക്കേണ്ടതാണ്. നീ ദിനോസറുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് അവറ്റകളൊക്കെ മരിച്ചുപോയത്? അതേപോലെ നമ്മൾ മനുഷ്യർക്കും വംശനാശം സംഭവിക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. ഒരുപക്ഷെ ഒരു യുദ്ധം കാരണമായിരിക്കും അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഡേവിഡിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നമുക്ക് വംശനാശം സംഭവിക്കുമെന്നോ? ഒരു കമ്പ്യൂട്ടർ കാരണോ? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റല്ലേ? നിങ്ങളല്ലേ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്റെ തെറ്റോ? ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിനു വേണ്ടി മാത്രം നിർമ്മിച്ചാണ് ഞാൻ ആ കമ്പ്യൂട്ടർ. ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ വളരെ കുറവാണ്. എന്നാൽ കമ്പ്യൂട്ടർ അങ്ങനെയല്ല. അതിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അതുണ്ടാക്കുന്ന മിസ്റ്റേക്കുകളിൽ കൂടെ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ അതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതായത് ഒരു യുദ്ധം നടക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ സമനിലയായിട്ട് തീരും. ഈ 2 കാര്യങ്ങളും ഞാൻ ആ കമ്പ്യൂട്ടറിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ടിക് ടാക് ടോ എന്ന ഗെയിം കളിച്ചിട്ടില്ലേ? അത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിന്റെ കാരണം എന്താണ്? ആ ഗെയിം കളിക്കുമ്പോൾ ഒരിക്കലും ഒരാളും ജയിക്കാൻ പോകുന്നില്ല, എപ്പോഴും സമനിലയായിരിക്കും. ഒരു യുദ്ധത്തിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെ തന്നെയല്ലേ? ഏതെങ്കിലും ഒരു രാജ്യം ജയിച്ചെന്ന് നമ്മൾ പറയുമ്പോഴും ശരിക്കും ജയിക്കുന്നുണ്ടോ? എല്ലാ രാജ്യങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നില്ലേ? നമ്മൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു രാജ്യം അങ്ങോട്ട് ജയിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡേവിഡ് മറ്റൊരു കാര്യം ചോദിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ മരിച്ചുപോയി എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്, അതെന്താണ് അങ്ങനെ എന്നാണ് ഡേവിഡിന്റെ ചോദ്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, ചില സെക്യൂരിറ്റി റീസൺസ് കാരണം എന്റെ മരണം അവർ വരുത്തി തീർത്തതാണ് എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ വീണ്ടും ഈ മനുഷ്യന്റെ വംശനാശത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്ത്, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നൊറാഡിലേക്ക് വാ, എന്നിട്ട് ആ ജോഷോ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്ക് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അതിനി നടക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, തോൽവി എന്നത് ജോഷയുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്തായാലും ഇന്നിനി നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ബോട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ കടന്നോന്നും പറഞ്ഞിട്ട് അയാൾ അയാളുടെ റൂമിലേക്ക് പോവാണ്. എന്നാൽ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന കാര്യം ഡേവിഡിനും ജെന്നിഫറിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വഴി കാണാൻ വേണ്ടിയിട്ട് അവർ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അവരവിടെ നിന്ന് പോയത് അയാളും കാണുന്നുണ്ട്. അങ്ങനെ അവർ വെളിയിലേക്ക് ഇറങ്ങി. ഇയാളിപ്പോൾ ഉള്ളത് ഒരു ദ്വീപിലാണല്ലോ. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഇനി അവർക്ക് പോകാൻ വേണ്ടി ബോട്ടൊന്നുമില്ല. എങ്കിലും ആരുടെങ്കിലും പ്രൈവറ്റ് ബോട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവർ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കുറെ നേരം അവിടെയൊക്കെ കറങ്ങി നോക്കിയിട്ടും ഒരു ബോട്ട് പോലും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. അത് ആ മിലിറ്ററിക്കാരാണെന്ന് വിചാരിച്ചിട്ട് അവർ 2 പേര് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഹെലികോപ്റ്റർ ആണെങ്കിൽ അവരെ വിടാതെ ഫോളോ ചെയ്യുകയാണ്. എന്നാൽ ആ ഹെലികോപ്റ്ററിന്റെ അകത്ത് ഫാൽക്കൺ ആയിരുന്നു. അയാളുടെ മനസ്സിപ്പോൾ മാറിയിട്ടുണ്ട്. അയാളെ കാണുമ്പോൾ അവരവിടെ നിന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്ററിലേക്ക് കയറാണ്. ഇതേ സമയം തന്നെ നൊറാഡിലാണെങ്കിൽ അടുത്ത അലേർട്ട് വന്നു. ഇപ്പൊ റഷ്യയിൽ നിന്നും ഒരുപാട് മിസൈലുകൾ അമേരിക്കയിലേക്ക് വരുന്നുണ്ട് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പൊ ഒരുപാട് മിസൈലുകൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഒരു യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഡെഫ്കോൺ 1 ആക്കാനാണ് ജനറൽ ഇപ്പൊ പറയുന്നത്. അതിനെ തുടർന്ന് അവർ ഡെഫ്കോൺ 1 ആക്കി. അതിനുശേഷം ആ ബിൽഡിംഗ് മൊത്തം ഷട്ട് ഡൗൺ ചെയ്യാനാണ് അയാൾ അടുത്ത ഓർഡർ കൊടുക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഫാൽക്കണും കുട്ടികളും കൊണ്ട് വരുന്നത്. അതിന്റെ ഡോറെല്ലാം അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവർ വേഗം അതിന്റെ അകത്തേക്ക് ഓടി കയറി. അങ്ങനെ ഫാൽക്കണും കുട്ടികളും അവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് എത്തുമ്പോഴാണ് അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അമേരിക്കക്കാര് ഉടനെ തന്നെ അവരുടെ മിസൈലുകളൊക്കെ ലോഞ്ച് ചെയ്യും. അത് മനസ്സിലായതും ഫാൽക്കൺ വേഗം ജനറലിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വെറും ഫാന്റസിയാണ്. ഇവിടുത്തെ കമ്പ്യൂട്ടർ നിങ്ങളെങ്ങനെ കാണിക്കുന്നതാണ്, അല്ലാതെ റിയൽ ആയിട്ട് റഷ്യയുടെ ഒരു മിസൈലും ഇങ്ങോട്ട് വരുന്നില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ റഷ്യക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ളപ്പം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എങ്ങനെയാണ് അവർ ഇത്ര മിസൈലുകളും അതേപോലെ സബ്മറൈനും ഇങ്ങോട്ട് അയക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ജസ്റ്റ് ആ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും.
ആ സ്ക്രീനിൽ ആ മിസൈലുകളൊക്കെ ഇങ്ങോട്ട് വന്ന് പതിക്കട്ടെ, അത് റിയൽ ആണോ അല്ലയോ എന്ന കാര്യം നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും എന്നാണ് ഫാൽക്കൺ പറയുന്നത്. അയാൾ അത്രയും വിശദീകരിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനറൽ പതുക്കെ അടങ്ങി. അയാളിപ്പം ആ സ്ക്രീനിൽ ആ മിസൈലുകളൊക്കെ വന്ന് പതിക്കാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ സ്ക്രീനിലായിട്ട് ആ മിസൈലുകളൊക്കെ താഴേക്ക് വന്ന് പതിച്ചു. ആ സ്ക്രീനിൽ നോക്കുമ്പോൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ റിയൽ ആയിട്ട് യാതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അതിൽ നിന്ന് ഫാൽക്കൺ പറഞ്ഞൊക്കെ കറക്റ്റ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ലോകമഹായുദ്ധമാണ് ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സമാധാനത്തിൽ നിൽക്കുകയാണ്. എന്നാൽ അവരുടെ ആ സമാധാനത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ജോഷ് അവന്റെ അടുത്ത പണി തുടങ്ങുകയാണ്. ഇപ്പൊ റഷ്യക്കാരുടെ മിസൈലുകളൊക്കെ ഇങ്ങോട്ട് വന്ന് പതിച്ചല്ലോ, എന്നാൽ അമേരിക്കക്കാരാണെങ്കിൽ തിരിച്ചൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ജോലിയും ജോഷ് ഏറ്റെടുക്കുകയാണ്. അവൻ ഉടനെ തന്നെ അമേരിക്കയുടെ മിസൈൽ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിനൊരു ലോഞ്ച് കോഡ് വേണം. എന്നാൽ ആ ലോഞ്ച് കോഡ് കൊടുക്കാത്തതുകൊണ്ട് ജോഷു ഇപ്പൊ ആ ലോഞ്ച് കോഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും വളരെ സ്പീഡിൽ. ജോഷു ആ ലോഞ്ച് കോഡ് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ അവൻ ആ മിസൈൽ അയക്കും. അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയം ഫാൽക്കൺ ആണെങ്കിൽ ജോഷിയെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ എത്ര ശ്രമിച്ചിട്ട് എറർ മാത്രമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ ഈ സമയത്താണ് ഡേവിഡിന് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോഷുക്ക് ഇപ്പോൾ വേണ്ടത് ഗെയിം കളിക്കുക എന്നുള്ളതല്ലേ, നമുക്ക് അവനെ ഗെയിം കളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം അവരുടെ കമ്പ്യൂട്ടർ വഴി ജോഷുക്ക് ഒരു ഗെയിം കളിക്കാൻ ഇട്ട് കൊടുക്കുകയാണ്. അത് ആ ടിക് ടാക് ടോ എന്ന ഗെയിമായിരുന്നു. ആ ഗെയിം കളിച്ച് ജയിക്കത്തില്ല എന്ന കാര്യം മനുഷ്യർക്കേ അറിയത്തുള്ളൂ, ജോഷുക്ക് അത് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഗെയിം തന്നെ അവൻ സെലക്ട് ചെയ്തത്. അങ്ങനെ ഡേവിഡ് ഇപ്പൊ ജോഷുവുമായിട്ട് ടിക് ടാക് ടോ എന്ന ഗെയിം കളിക്കുകയാണ്. എന്നാൽ 2-3 തവണ അവർ തമ്മിൽ കളിച്ചിട്ടും അത് ഡ്രോ ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒന്നുകൂടെ കളിച്ചാലോ എന്നാണ് ജോഷു ചോദിക്കുന്നത്. ഈ സമയത്താണ് ഡേവിഡ് അടുത്ത ഐഡിയ പ്രയോഗിക്കുന്നത്. അവനിപ്പോ ഫാൽക്കന്റെ അടുത്ത് പറയുന്നത്, നമുക്ക് ഈ ഗെയിം ജോഷുക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ കൊടുക്കാം, അതെങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ പ്ലേയേഴ്സിന്റെ എണ്ണം 0 ആക്കിയാൽ മതി എന്നാണ് ഫാൽക്കൺ പറയുന്നത്. ഡേവിഡ് ആണെങ്കിൽ അതുപോലെ ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് ജോഷു ഇപ്പൊ ഒറ്റയ്ക്ക് ആ ഗെയിം കളിക്കാൻ തുടങ്ങി. എന്നാൽ എങ്ങനെയൊക്കെ കളിച്ചിട്ടും ജോഷുക്ക് അതിൽ ജയിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഗെയിമിങ്ങിലൂടെ ജോഷു ഇപ്പൊ പുതിയൊരു കാര്യം കൂടെ പഠിക്കുകയും ചെയ്തു. അതായത് എല്ലാ ഗെയിമിലും ജയിക്കാൻ പറ്റത്തില്ല എന്ന്. ഈ സമയമാകുമ്പോഴേക്കും ജോഷുക്ക് ആ ലോഞ്ച് കോഡ് കിട്ടി. എന്നാൽ അവൻ അത് പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഇപ്പൊ കളിച്ച ഈ ഗെയിമിങ്ങിന്റെ സിനാരിയോസ് ഉണ്ടല്ലോ, അതേപോലെ അവൻ ആ യുദ്ധത്തിലും പ്രയോഗിച്ചു നോക്കുകയാണ്. അതായത് അവൻ ആ സിമുലേഷൻ വഴി അമേരിക്കയും റഷ്യയും തമ്മിൽ പരസ്പരം യുദ്ധം ജയിച്ചു. ജോഷു തന്നെയാണ് എല്ലാ യുദ്ധത്തിലും ജയിക്കുന്നത്. എന്നാൽ 2 രാജ്യങ്ങളിലും നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കളിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ ആ സിമുലേഷൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അതോടുകൂടെ ആ സ്ക്രീൻ എല്ലാം ഓഫ് ആവുകയും ചെയ്തു. അത് കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും ആകാംക്ഷയായി. ഇനി എന്താണ് അവന്റെ അടുത്ത മൂവ് എന്നാണ് അവരിങ്ങനെ നോക്കി നിൽക്കുന്നത്. ഈ സമയം അവിടുത്തെ സ്ക്രീനിലായിട്ട് ജോഷിയുടെ മെസ്സേജ് വരാൻ തുടങ്ങി. അവനിപ്പോ ഫാൽക്കന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ഗെയിമാണ് പ്രൊഫസർ, ഇതിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ കളിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നമുക്ക് വല്ല ചെസ്സും കളിച്ചാലോ എന്നാണ് ജോഷ് ചോദിക്കുന്നത്. അത് കേൾക്കുന്ന ഫാൽക്കൺ ആണെങ്കിൽ ഒന്ന് ചിരിക്കുകയാണ്. അങ്ങനെ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു മൂവിലൂടെ അവർ ആ യുദ്ധം തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.